ഹലോ ഫ്രണ്ട്സ്, ദ സ്റ്റഡി റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡോക്യുമെൻറ്റേഷൻ അഥവാ രേഖപ്പെടുത്തൽ. ഉദ്ഖനനത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്നതാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ഭാവിയിലെ പഠനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഇതിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ റിട്ടൺ റെക്കോർഡ്സ്, സൈറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ട്രെഞ്ച് നോട്ട്ബുക്ക്, ഡേറ്റ ഷീറ്റ്, ലേബൽസ്, ഡെയിലി റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട്, രജിസ്റ്റേഴ്സ്, ഡ്രോയിങ് ആൻറ്റിക്വിറ്റീസ്, ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റേഷൻ. ഇതൊക്കെ ഇതിൽ ഈ ഒരു ഡോക്യുമെൻറ്റേഷനിൽ വരുന്നതാണ്. അപ്പം ഓരോന്നും എന്താണെന്ന് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. റിട്ടൺ റെക്കോർഡ്സ് എന്ന് പറയുന്നത് എഴുത്തുരേഖ, അതായത് നമ്മളിപ്പം എക്സ്കവേഷനിലൂടെ കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ, പിന്നെ മണ്ണിൻ്റെ പാളികൾ, വസ്തുക്കളുടെ സ്ഥാനം, ആഴം, തീയതി തുടങ്ങിയ വിവരങ്ങളൊക്കെ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ റിട്ടൺ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് സൈറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ട്രെഞ്ച് നോട്ട്ബുക്ക്. ഇതെന്ന് പറയുന്നത് ഓരോ ട്രെഞ്ചിലും കണ്ടെത്തുന്ന വിവരങ്ങൾ, മണ്ണിൻ്റെ നിറം, പാളികളുടെ ക്രമം, അതുപോലെ തന്നെ അവിടെ കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കൾ എന്നിവയൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകത്തിനെയാണ് നമ്മൾ സൈറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ട്രെഞ്ച് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഡേറ്റ ഷീറ്റാണ്. ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്നത് ഓരോ പുരാവസ്തുവിൻ്റെയും വിശദാംശങ്ങൾ, കണ്ടെത്തിയ സ്ഥലം, തീയതി, പാളി, വലിപ്പം, വസ്തുവിൻ്റെ തരം എന്നിവ രേഖപ്പെടുത്തുന്ന ഒരു ഫോറമാണ് അല്ലെങ്കിൽ ഒരു ഫോമാണ് ഈ ഒരു ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ലേബൽസ് ആണ്. ലേബൽസ് എന്ന് പറയുന്നത് ഓരോ പുരാവസ്തുവിനും പ്രത്യേകം നമ്പറുകൾ നൽകി അത് കണ്ടെത്തിയ സ്ഥലം, ട്രെഞ്ച് നമ്പർ, തീയതി എന്നിവ ചേർത്ത് ലേബൽ ചെയ്തു വയ്ക്കുന്നു. ഇതിനെയാണ് നമ്മൾ ലേബൽസ് എന്ന് പറയുന്നത്. അടുത്തത് ഡെയിലി റിപ്പോർട്ടാണ്. ഡെയിലി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ദൈനംദിന റിപ്പോർട്ട്, അതായത് പ്രതിദിന ഗണന പ്രവർത്തനങ്ങൾ, കണ്ടെത്തലുകൾ, കാലാവസ്ഥ, തൊഴിലാളികളുടെ എണ്ണം, കുഴിച്ച ആയം എന്നിവയൊക്കെ രേഖപ്പെടുത്തുന്നതാണ് ദൈനംദിന റിപ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഫൈനൽ റിപ്പോർട്ട്, അതായത് അന്തിമ റിപ്പോർട്ട്. എക്സ്കവേഷൻ പൂർത്തിയായ ശേഷം മുഴുവൻ വിവരങ്ങളും, കണ്ടെത്തലുകളും, ചിത്രങ്ങളും, നിഗമനങ്ങളും എല്ലാം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ ഫൈനൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കണ്ടെത്തിയ എല്ലാ പുരാവസ്തുക്കളുടെയും നമ്പർ, സ്ഥലം, തീയതി, വിവരണം എന്നിവ ക്രമമായി രേഖപ്പെടുത്തുന്ന പട്ടികയെയാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡ്രോയിങ് ആൻറ്റിക്വിറ്റീസ്. പുരാവസ്തു രേഖാചിത്രം, അതായത് പുരാവസ്തുക്കളുടെ രൂപം, വലുപ്പം, അലങ്കാരം, കേടുപാടുകൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുന്നതിനായിട്ട് രേഖാചിത്രങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഡ്രോയിങ് ആൻറ്റിക്വിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റേഷൻ. പുരാവസ്തുക്കൾ, ട്രെഞ്ചുകൾ, മണ്ണിൻ്റെ പാളികൾ, എക്സ്കവേഷൻ പുരോഗതി എന്നിവ ഫോട്ടോഗ്രാഫ് ചെയ്യുന്നു. ഇത് തെളിവായും ഭാവിയിലെ പഠനത്തിനുമൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതായത് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നു. അത് ഭാവിയിലേക്ക് കൂടുതൽ ആവുന്നവയാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒന്നാണ് ആർക്കിയോളജിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഭൗതിക തെളിവുകളുടെയും രേഖയാണ് ആർക്കിയോളജിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിൻ്റെ ഭൂതകാല ജീവിതത്തെ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന എല്ലാ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആർട്ടിഫാക്ട്സ്, എക്കോഫാക്ട്സ്, ഫീച്ചേഴ്സ്, സ്ട്രാറ്റിഗ്രഫി, റിട്ടൺ റെക്കോർഡ്സ്, എൻവയോൺമെൻറ്റൽ എവിഡൻസസ് എന്നിവയെല്ലാം ചേർന്നാണ് ഒരു സൈറ്റിൻ്റെ ആർക്കിയോളജിക്കൽ റെക്കോർഡ് രൂപപ്പെടുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ പുരാതന മനുഷ്യരുടെ ജീവിത രീതി മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചരിത്രത്തെ ശാസ്ത്രീയമായി പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നു, ഭാവിയിലെ ഗവേഷണങ്ങൾക്ക് അടിസ്ഥാനമാകുന്നു എന്നിവയാണ്. അപ്പം മനുഷ്യരുടെ പ്രവർത്തനങ്ങളും പ്രകൃതിദത്ത കാരണങ്ങളും ആർക്കിയോളജിക്കൽ റെക്കോർഡിനെ നശിപ്പിക്കുകയോ അതിൽ മാറ്റം വരുത്തുകയോ ഒക്കെ ചെയ്തേക്കാം. അതുകൊണ്ട് പുരാവസ്തുക്കൾ കണ്ടെത്തിയ ഉടൻ കൃത്യമായി രേഖപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഒരു സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ പുരാവസ്തു തെളിവുകളുടെയും സമാഹാരമാണ് ഈ ആർക്കിയോളജിക്കൽ റെക്കോർഡ് എന്ന് പറയാം. മറ്റൊന്നാണ്
TDAR, അതായത് ദ ഡിജിറ്റൽ ആർക്കിയോളജിക്കൽ റെക്കോർഡ്. അതായത് പുരാവസ്തു ഗവേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഓൺലൈൻ ശേഖരമാണ് TDAR എന്ന് പറയുന്നത്, അഥവാ ദ ഡിജിറ്റൽ ആർക്കിയോളജിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഖനന റിപ്പോർട്ടുകൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നു. ഈ പുരാവസ്തു ഗവേഷണ വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിലാണ് സംരക്ഷിക്കുന്നത്. ഗവേഷകർക്കിടയിൽ വിവരങ്ങൾ പങ്കുവെക്കുന്നു, ഭാവി ഗവേഷണങ്ങൾക്ക് വിവരം ലഭ്യമാക്കുക എന്നിവയാണ്. പിന്നെ ഈ ഖനന റിപ്പോർട്ട്, ഫോട്ടോ, മാപ്പ്, 3D മോഡലുകൾ, ഡേറ്റാബേസുകൾ, അതുപോലെ തന്നെ ഈ ഒരു ഗവേഷണ ലേഖനങ്ങൾ എന്നിവ ഇവയെല്ലാം ഈ ഒരു ഡിജിറ്റൽ ആർക്കിയോളജിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് അടുത്ത ടോപ്പിക്ക്. ഈ ഒരു ടോപ്പിക്ക് 2 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷണത്തിൻ്റെയും ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ സംരക്ഷണത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനമാണ് ASI അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇത് ഇന്ത്യ സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. 1861 ആണ് ഇത് സ്ഥാപിതമാവുന്നത്. അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് ഇതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും അറിയപ്പെടുന്നുണ്ട്. ന്യൂഡൽഹിയാണ് ഈ ഒരു ASIയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ പുരാവസ്തു സ്മാരകങ്ങളും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും സംരക്ഷിക്കുക, പുരാവസ്തു ഖനനങ്ങൾ നടത്തുക, ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്തുകയും റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, ശാസനങ്ങൾ, നാണയങ്ങൾ, ശില്പങ്ങൾ തുടങ്ങിയവയെ പറ്റി പഠിക്കുക, ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് ഈ ഒരു ASIയുടെ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഇത് 2-3 ആക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആൻഷ്യൻ്റ് മോണ്യുമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്റ്റ് ഉണ്ട്. 1958 ഈ ഒരു ആക്ട് വരുന്നത്. അതുപോലെ ആൻറ്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷറേഴ്സ് ആക്ട് 1972 ഈ ഒരു ആക്ട് വരുന്നത്. ഈ 2 നിയമങ്ങൾ പ്രകാരമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുരാവസ്തു സ്മാരകങ്ങളെയും പുരാവസ്തുക്കളെയും സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. ഇന്ത്യയിലെ 3679 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളും പുരാവസ്തു കേന്ദ്രങ്ങളും ഈ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.